നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ആ വിജയത്തിന്റെ ആരവങ്ങളെല്ലാം ഒന്നടങ്ങി അല്ലേ? അപ്പോൾ പുതുതായി ജയിച്ചൊരു വാർഡ് മെമ്പർ ഇനി പ്രവർത്തനം തുടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ വലിയൊരു വിജയത്തിന് ശേഷം അവർ ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഇലക്ഷൻ പ്രചാരണത്തിന്റെ ആ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമാണ്. അപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ ആദ്യം തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? ഏതൊരു നല്ല കാര്യവും തുടങ്ങേണ്ടത് അതിന്റെ അടിത്തറ ഉറപ്പിച്ചുകൊണ്ടാണ്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആ അടിത്തറ എന്ന് പറയുന്നത് താൻ പ്രതിനിധീകരിക്കുന്ന ആ നാടിനെയും അവിടുത്തെ ആളുകളെയും കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. വേറെ എന്ത് ചെയ്യുന്നതിനു മുൻപ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്: കൃത്യമായ വിവരങ്ങൾ, അതായത് ഡാറ്റ ശേഖരിക്കുക. ഇവിടെ വെറും ഊഹങ്ങൾക്കോ കേട്ടറിവുകൾക്കോ ഒരു സ്ഥാനവുമില്ല. കാരണം യഥാർത്ഥ കണക്കുകളാണ് നല്ല പ്രവർത്തനങ്ങളുടെയെല്ലാം അടിസ്ഥാനം. അപ്പോൾ എങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്? വാർഡിലെ ഓരോ തരം ആളുകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാവണം. ഉദാഹരണത്തിന്, എത്ര മുതിർന്ന പൗരന്മാരവിടെയുണ്ട്, എത്ര വിദ്യാർത്ഥികളുണ്ട്, സ്ഥിരമായി ചികിത്സ വേണ്ട രോഗികൾ എത്ര പേരുണ്ട്, സ്വന്തമായി വീടുള്ളവർ, വീടില്ലാത്തവർ. ഈ ഓരോ കണക്കും ഓരോ പ്രത്യേക ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശരി, നമ്മുടെ വാർഡിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പടി ആ സമൂഹത്തിന്റെ ഒരു ഘടന മനസ്സിലാക്കുക എന്നതാണ്. അതായത് നമുക്ക് ആരുടെയൊക്കെ സഹായം തേടാം, എന്തൊക്കെയാണ് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. നമുക്കൊരു കമ്മ്യൂണിറ്റി മാപ്പ് തയ്യാറാക്കാം. ഇതിന് 2 ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഒരു വശത്ത് നമുക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ, അതായത് ആശാവർക്കർമാർ, അധ്യാപകർ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേരുണ്ടാകും. ഇനി മറുവശത്ത് വാർഡിലെ പ്രധാന പ്രശ്നങ്ങൾ: ഡ്രെയിനേജ്, കുടിവെള്ളം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അങ്ങനെ പലതും. ഇവ രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ നമുക്ക് കൂടുതൽ വ്യക്തമായി വരും. ഓക്കേ, അപ്പോൾ വിവരങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ വിവരങ്ങളെല്ലാം വെറുതെ കയ്യിൽ വെച്ചാൽ പോരല്ലോ. ഇതിനെ ഒരു വ്യക്തമായ പ്രവർത്തന പദ്ധതി, ഒരു ആക്ഷൻ പ്ലാനാക്കി മാറ്റണം. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഡേറ്റയെ പ്രവർത്തനമാക്കി മാറ്റുന്നത്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് നിലവിൽ എന്താണവിടെ നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്, അതിൽ എവിടേക്കാണ് കാലതാമസം വരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടത്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ ഭാവിയിൽ നമുക്ക് തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. ഒരു നല്ല ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, നിലവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുക. 2, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കുക, അതായത് മുൻഗണന നിശ്ചയിക്കുക. ഈ ഒരു വ്യക്തതയുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു ദിശാബോധം കിട്ടും. എന്താണ് ഈ മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ? ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നവർക്ക് വേണ്ടിയല്ല, മറിച്ച് ആർക്കാണോ ഏറ്റവും കൂടുതൽ ആവശ്യം അവർക്കാണ് നമ്മൾ ആദ്യ പരിഗണന കൊടുക്കേണ്ടത്. അതുപോലെ ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇതാണ് ശരിയായ ജനസേവനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്തുവെച്ചാൽ ഒരു വാർഡ് മെമ്പറുടെ ഏറ്റവും പ്രധാനപ്പെട്ട യഥാർത്ഥ ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് വ്യക്തമാവും. ഇതാണ് സത്യത്തിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസാന വാക്ക്. ഒരു ജനപ്രതിനിധിയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കടമ തന്റെ വാർഡിലുള്ള ഓരോരുത്തർക്കും അർഹതപ്പെട്ട സേവനങ്ങളും സഹായങ്ങളും ഒരു മുടക്കവും കൂടാതെ അവരിലേക്ക് എത്തിക്കുക എന്നതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വാർഡിൽ ഒരു ജനപ്രതിനിധി ഏറ്റവും ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ട, മുൻഗണന നൽകേണ്ട ഒരൊറ്റ പ്രശ്നം ഏതായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വിലപ്പെട്ടതാണ്.